കോപം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതവനെ നാശത്തിലേക്ക് നയിക്കും. ക്ഷമയും സഹനവും സമാധാനത്തിലേക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം അവൻ്റെ ആത്മനിയന്ത്രണമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ യഥാർത്ഥ ബുദ്ധിമാനാണ്. ആത്മവിശ്വാസമുള്ളവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അത് ഇരുട്ടിൽ വെളിച്ചം പോലെയാണ്. എല്ലാ വഴികളിലും അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ജീവിതത്തിൽ സത്യസന്ധത ആവശ്യമാണ്. എന്നാൽ അതിസത്യസന്ധത അപകടകരമാണ്. അത് നിങ്ങളുടെ ഉയർച്ചയെ ഇല്ലാതാക്കും. വിദ്യയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ മറ്റു സമ്പാദ്യങ്ങളെല്ലാം ഒരിക്കൽ നഷ്ടപ്പെടാം, എന്നാൽ അറിവ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് നിങ്ങളെ എവിടെയും ബഹുമാനിക്കപ്പെടുന്നവനാക്കും. ധൈര്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഭയത്തെയും പ്രതിസന്ധികളെയും നേരിടുന്നവനാണ് യഥാർത്ഥ വിജയി. ഭയത്തെ തോൽപ്പിച്ചവന് ലോകത്തെ ജയിക്കാനാകും. കോപം നിങ്ങളെ അന്ധനാക്കും. മുന്നിലുള്ള വ്യക്തിയുടെ പ്രായമോ സ്ഥാനമോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കോപത്താലുള്ള വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ ഒറ്റപ്പെടുത്തും. ചില സമയങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ല ഭാഷ്യം. അതിൽ സ്നേഹമില്ല, വിരോധമില്ല, പരിഭവങ്ങളോ പരാതികളോ ഇല്ല. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. വേദനയുടെ ആഴമറിയുന്നവർക്ക് ആശ്വസിപ്പിക്കാനാകൂ. മൗനമാണ് മനുഷ്യനെ പലപ്പോഴും തുണയ്ക്കുന്നത്. തെറ്റ് ചെയ്തവരോട് പ്രതികരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റുകാരാവും. കാരണം തെറ്റ് ചെയ്യുന്നവൻ ന്യായീകരിക്കാനും മിടുക്കനായിരിക്കും. ആരോടും എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ അവർ പ്രതികരിക്കില്ലായിരിക്കാം, പക്ഷേ ഉള്ളുപിടയുന്ന അവരുടെ വേദനയ്ക്ക് മുന്നിൽ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. മനസ്സിൽ പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കുകയും മണ്ടന്മാർ അത് വിശ്വസിക്കുകയും ചെയ്യും. നമ്മെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരോട് കൂടുതൽ ചേർന്ന് നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന മനുഷ്യരിൽ നിന്ന് മാറി നിന്നും ജീവിച്ചാൽ സങ്കടങ്ങളും ദേഷ്യവുമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനാകും. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നതാണ്. ഒരു വാക്കായാലും ചെറുപുഞ്ചിരിയായാലും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം കൊടുക്കുവാൻ നമ്മളോ വാങ്ങാൻ അവരോ ഉണ്ടാകണമെന്നില്ല. ദേഷ്യത്തിലായിരിക്കെ നിങ്ങളൊരു വ്യക്തിയോട് സൗമ്യമായി സംസാരിക്കുന്നത് നിങ്ങളൊരു വിഡ്ഢിയായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ്. നമ്മൾ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും നമ്മോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ചിലരുണ്ട്. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അതിലുപരി അവർ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരു നിമിഷം കൊണ്ട് കോപത്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ ദുഃഖത്തിന് കാരണമായേക്കാം. സമയമെടുത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പിടിവാശികൾ ജയിക്കുമ്പോൾ അവിടെ തകരുന്നത് നല്ല ബന്ധങ്ങളാണ്. വിട്ടുവീഴ്ചകളാണ് ഏതൊരു ബന്ധത്തെയും ദൃഢമാക്കുന്നത്. ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. ഏറ്റവും വലിയ പ്രതികാരം മൗനവും. ക്ഷമയും മൗനവും ഒരു വ്യക്തിയെ മഹത്വമുള്ളവനാക്കുന്നു. തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ പഠിക്കുക. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും നല്ല ബന്ധങ്ങളെ തകർക്കും. ആരൊക്കെ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പറയേണ്ടത് പറയുക, പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക. വാക്കുകൾക്ക് വിലയുണ്ട്, മൗനത്തിന് മഹത്വവും. പറയേണ്ടതും പറയേണ്ടാത്തതും തിരിച്ചറിയുന്നവനാണ് ജീവിതം മനസ്സിലാക്കിയവർ. ഏറ്റവും മികച്ച ഗുണം എന്നത് വിദ്യാഭ്യാസത്തിലോ അറിവിലോ പണത്തിലോ അല്ല, മറിച്ച് ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. ചില വാക്കുകൾ കീറിമുറിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും ഹൃദയത്തെ ആയിരിക്കും, പക്ഷേ വേദനിക്കുന്നത് നമ്മുടെ മിഴികൾക്കായിരിക്കും. നമുക്ക് നമ്മുടേതായ ശരികളുണ്ടാവും, പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർക്കും അതേ അനുഭവം ഉണ്ടാകണം. ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നുപോയാലും കേട്ടയാൾ മരിക്കുവോളം അത് മറക്കില്ല. നെഞ്ചിലൊരു കനലായി ഇന്നും അതുണ്ടാകും. മനുഷ്യരുടെ സ്വഭാവം 2 തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി നോവിക്കുന്നു. സംസാരിക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കേണ്ടതില്ല. നമ്മളോട് ഇഷ്ടമുള്ളവർ സംസാരിക്കും, അല്ലാത്തവർ അകന്നു നിൽക്കും. പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാകില്ല. ശ്വാസം നിലച്ചാൽ മാത്രമല്ല മരണം. സ്വന്തമെന്ന് കരുതിയവർ മിണ്ടാതിരുന്നാലും അത് മരണതുല്യമാണ്. ഒരാളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ഇന്ന് നിങ്ങൾ പുച്ഛിച്ചു തള്ളിയ ഒരാളായിരിക്കും നാളെ നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്നത്. അതുകൊണ്ട് ആരെയും ചെറുതായി കാണാതിരിക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുന്നിടത്ത് തെറ്റിദ്ധാരണ മരിക്കുന്നു. ആരുടെയും ഉള്ളറിയാതെ ഊഹങ്ങൾ ഊതി വീർപ്പിക്കരുത്. കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് വ്യക്തമാക്കുക. നമ്മൾ കാരണം ആരുടെയും സന്തോഷം നഷ്ടപ്പെടാതിരിക്കട്ടെ. നമ്മെ ആർക്കും മടുക്കാൻ ഇടവരാതിരിക്കട്ടെ. നമ്മൾ ആരുടെയും സമാധാനം കെടുത്തുന്ന ഒരു സാന്നിധ്യമാകാതിരിക്കട്ടെ.